മലയാള സിനിമാ ചരിത്രത്തിൽ എടുത്തുപറയേണ്ട പേരാണ് 1949 വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന ത്രേസ്യാമ്മ തോമസിൻ്റേത്. ഉദയ എന്ന പുത്തൻ ബാനറിന് കീഴിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു ശ്രീ ത്രേസ്യാമ്മയ്ക്ക്. ഉദയയുടെ തന്നെ മറ്റൊരു ചിത്രമായ നല്ലതങ്കയിലെ വേഷമാണ് വഴിത്തിരിവായി മാറുന്നത്. ത്രേസ്യാമ്മ മിസ് കുമാരിയായി അവതരിപ്പിക്കപ്പെടുന്നത് നല്ലതങ്ക എന്ന ചിത്രത്തോടു കൂടിയാണ്. ചിത്രം വൻ സാമ്പത്തിക വിജയത്തിനൊപ്പം മിസ് കുമാരിയും പ്രശസ്തിയിലേക്കെത്തി. തുടർന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ അവിസ്മരണീയങ്ങളായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം രാമു കരിയാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം നിർവഹിച്ച് സത്യൻ നായകനെത്തിയ നീലക്കുയിൽ 1954 പുറത്തിറങ്ങി. വൻ സാമ്പത്തിക വിജയത്തിനൊപ്പം ആദ്യമായി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടുന്ന ചിത്രമായും നീലക്കുയിൽ മാറി. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടിയായി മാറിയ മിസ് കുമാരി 50ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാള സിനിമയുടെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ സൂപ്പർ നായികയായി തിളങ്ങി നിന്ന മിസ് കുമാരി 1969 ജൂൺ 9 37ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.